ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. ഇന്ന് നമ്മൾ സോഷ്യോളജി ഓഫ് ഇന്ത്യ സെക്കൻഡിലെ ഫസ്റ്റ് ബ്ലോക്കിലെ 4th യൂണിറ്റാണ് ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. സോഷ്യോളജി ഓഫ് ഇന്ത്യ സെക്കൻഡ് ബ്ലോക്ക് ഫസ്റ്റ് യൂണിറ്റ് 4. നോക്കൂ, എത്നോഗ്രാഫിക് ഇമേജ് ഓഫ് ഇന്ത്യ. എന്താണ് എത്നോഗ്രാഫിക് ഇമേജ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ? അതായത് ഇന്ത്യയുടെ മനുഷ്യശാസ്ത്രപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് എത്നോഗ്രാഫിക് ഇമേജ്. എത്നോഗ്രാഫിക് ഇമേജ് ശ്രദ്ധിക്കുക. അപ്പോൾ എത്നോഗ്രാഫിക് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നരവംശാസ്ത്രപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളെയാണ് ഇവിടെ എത്നോഗ്രാഫിക് ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നരവംശാസ്ത്രപരമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് മനുഷ്യൻ്റെ ജീവിതവുമായി റിലേറ്റഡ് ആയി നിൽക്കുന്നത്, അതായത് എങ്ങനെയൊക്കെ നമ്മളുടെ സമൂഹത്തിൽ റിലേറ്റഡ് ആയി നിൽക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. എത്നോഗ്രാഫിക് ഇമേജ്, അതിൽ ഫസ്റ്റ് പോയിന്റ്, എത്നോഗ്രാഫിക് ഇമേജ് ഈസ് മെത്തഡോളജിക്കൽ ഫ്രെയിംവർക്ക് ടു സ്റ്റഡി പോപ്പുലേഷൻ, കൾച്ചർ, കമ്മ്യൂണിറ്റി ആൻഡ് ഹാബിറ്റന്റ്. എത്നോഗ്രാഫിക് ഇമേജ് എന്തിനൊക്കെ കുറിച്ചാണ് പഠനം നടത്തുന്നത്? ഫ്രെയിംവർക്ക് ടു സ്റ്റഡി, അതായത് എന്തിനെ കുറിച്ചാണ് ഗവേഷണം നടത്തുന്നത്? പോപ്പുലേഷൻ, ജനസംഖ്യയെക്കുറിച്ചും, കൾച്ചർ, സംസ്കാരത്തെക്കുറിച്ചും, കമ്മ്യൂണിറ്റി, സമൂഹത്തെക്കുറിച്ചും, അതേപോലെ തന്നെ അവരുടെ ഉത്ഭവത്തെക്കുറിച്ചൊക്കെയാണ് എത്നോഗ്രാഫിക് ഇമേജ് പഠനം നടത്തുന്നത്. അപ്പോൾ എത്നോഗ്രാഫിക് ഇമേജ് ഈസ് മെത്തഡോളജിക്കൽ ഫ്രെയിംവർക്ക് ടു സ്റ്റഡി പോപ്പുലേഷൻ, കൾച്ചർ, കമ്മ്യൂണിറ്റി, ഹാബിറ്റന്റ്, അതേപോലെ തന്നെ അവരുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചൊക്കെയുള്ള പഠനമാണ് നടത്തുന്നത്. മനുഷ്യൻ്റെ ജനസംഖ്യാപരമായിട്ടും സാംസ്കാരികപരമായിട്ടും അതേപോലെ തന്നെ സാമൂഹികപരമായിട്ടും അതേപോലെ തന്നെ ആവാസപരമായിട്ടൊക്കെയുള്ള കാര്യങ്ങളെ പഠനം നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? എത്നോഗ്രാഫിക് ഇമേജ് എന്ന് പറയുന്നത്. Then next point, ethnography document culture from the subject own perspective. അതായത് ഒരു സമൂഹത്തിൻ്റെ സംസ്കാരം അവരുടേതായ കാഴ്ചപ്പാടിൽ നിന്ന് രേഖപ്പെടുത്തുന്ന പ്രക്രിയയാണ്. എത്നോഗ്രഫി ഡോക്യുമെന്റ് കൾച്ചർ ഫ്രം ദ സബ്ജക്റ്റ് ഓൺ പെർസ്പെക്റ്റീവ്. ഒരു സമൂഹത്തിൻ്റെ, ഒരു സൊസൈറ്റിയുടെ സംസ്കാരം എന്ന് പറയുന്നത്, കൾച്ചർ എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാടിൽ നിന്നും രേഖപ്പെടുത്തുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്? എത്നോഗ്രഫി എന്ന് പറയുന്നത്. എത്നോഗ്രഫി ഡോക്യുമെന്റ് പറഞ്ഞാൽ രേഖപ്പെടുത്തുന്നു. എന്ത്? കൾച്ചർ ഫ്രം ദ സബ്ജക്റ്റ് ഓൺ പെർസ്പെക്റ്റീവ്. ഒരു സമൂഹത്തിന്റെ സംസ്കാരം അവരുടേതായ കാഴ്ചപ്പാടിൽ നിന്നും രേഖപ്പെടുത്തുന്നതാണ് എന്ത്? രേഖപ്പെടുത്തുന്ന പ്രോസസ്സാണ് എന്ത്? എത്നോഗ്രഫി. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, it is interdisciplinary, linked with anthropology, sociology, history, geography, folklore. അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളുമായിട്ടാണ് ഇത് പഠനവിധേയമാകുന്നത്? അഥവാ ഇന്റർഡിസിപ്ലിനറി, അതായത് ഇത് വളരെയധികം ബന്ധം പുലർത്തുന്നത് എന്തൊക്കെ കാര്യങ്ങളുമായിട്ടാണ്? ആന്ത്രോപോളജി, നരവംശാസ്ത്രം, സോഷ്യോളജി, സമൂഹശാസ്ത്രം, ഹിസ്റ്ററി, ചരിത്രം, ജോഗ്രഫി, ഭൂമിശാസ്ത്രം, അതേപോലെ തന്നെ ഫ്ലോക്ലോർ എന്ന് പറഞ്ഞാൽ നാടോടി കഥകൾ എന്നൊക്കെ പറയും. അപ്പൊ ഇത്തരം കാര്യങ്ങളുമായൊക്കെ ഈ എത്നോഗ്രാഫിക് ഇമേജ് എന്ത് ചെയ്യുന്നുണ്ട്? ലിങ്ക്ഡ് ആണ്, പരസ്പരം ബന്ധം പുലർത്തുന്നു. അതായത് ആന്ത്രോപോളജി ആയിട്ടും സോഷ്യോളജി ആയിട്ടും ചരിത്രമായിട്ടും ഭൂമിശാസ്ത്രപരമായിട്ടും ഫോക്ലോർ ആയിട്ടൊക്കെ ഈ ഒരു എത്നോഗ്രാഫിക് മനുഷ്യശാസ്ത്രം എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം ബന്ധം പുലർത്തുന്നുണ്ട്. എത്നോഗ്രാഫിക് ഇമേജ് റെപ്രസെന്റ് എ സിംബോളിക് ഓർ ഓതനിക് ഇംപ്രഷൻ ഓഫ് എ പേഴ്സൺ, കമ്മ്യൂണിറ്റി ഓർ കൾച്ചർ. അതേപോലെ തന്നെ ethnographic image represent a symbolic or authentic impression of a person, community or culture.
ഒരു വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ യാഥാർത്ഥ്യവും പ്രതീകാത്മകമായ ഒരു ചരിത്രം അവതരിപ്പിക്കുന്നതിന് ഏതിന് സാധിക്കുന്നു? എന്തനോഗ്രാഫിക് ഇമേജിന് സാധിക്കുന്നു. അതായത് സിംബോളിക്കായിട്ടും, അതേപോലെ സിംബോളിക് എന്ന് പറയുമ്പോൾ എന്താണ്, യാഥാർത്ഥ്യമായിട്ടും പ്രതീകാത്മകമായിട്ടും. എന്തനോഗ്രാഫിക് ഇമേജ് റെപ്രസെന്റ് എ സിംബോളിക് ഓർ ഓതനിക് ഇംപ്രഷൻ ഓഫ് എ പേഴ്സൺ, കമ്മ്യൂണിറ്റി ഓർ കൾച്ചർ. ഒരു വ്യക്തിയുടെയോ ഒരു പേഴ്സന്റെയോ കമ്മ്യൂണിറ്റി സമൂഹത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ യാഥാർത്ഥ്യവും പ്രതീകാത്മകമായ ചരിത്രം അഥവാ ഒരു ചിത്രം അവതരിപ്പിക്കുക എന്നതാണ് ഏത്? എന്തനോഗ്രാഫിക് ഇമേജ്. എന്തനോഗ്രാഫിക് ഇമേജ് റെപ്രസെന്റ് എ സിംബോളിക്. സിംബോളിക് എന്ന് പറഞ്ഞാൽ എന്താണ്? യാഥാർത്ഥ്യവും. ഓതനിക് അതേപോലെ പ്രതീകാത്മകവുമായ രീതിയിലെ പേഴ്സൺ, കമ്മ്യൂണിറ്റി ഓർ കൾച്ചർ. ഒരു വ്യക്തിയുടെയോ ഒരു കമ്മ്യൂണിറ്റിയുടെയോ ഒരു സംസ്കാരത്തിൻ്റെയോ യാഥാർത്ഥ്യവും പ്രതീകാത്മകമായ ചരിത്രം അവതരിപ്പിക്കുക എന്നതാണ് ഏത്? എന്തനോഗ്രാഫിക് ഇമേജ്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് റിഫ്ലക്ട് ഐഡിയാസ്, ബിലീഫ്, ബിഹേവിയർ പാറ്റേൺ ആൻഡ് സോഷ്യൽ ആക്ഷൻ ഓഫ് ഗ്രൂപ്പ്. അതേപോലെ തന്നെ ഒരു സമൂഹത്തിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്? ഐഡിയാസുകളെ, ആശയങ്ങളെ, ബിലീഫ് വിശ്വാസങ്ങളെ, ബിഹേവിയർ പാറ്റേൺ പെരുമാറ്റ രീതികളെ, സാമൂഹികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ എന്നിവ ഇതിൽ പ്രതിഫലിക്കുന്നു. റിഫ്ലക്ട് ചെയ്യാൻ എന്താ? പ്രതിഫലിക്കുന്നു. ഏതിലൂടെ? എന്തനോഗ്രാഫിക് ഇമേജിലൂടെ. ഇറ്റ് റിഫ്ലക്ട് ഐഡിയാസ്, ബിലീഫ്, ബിഹേവിയർ പാറ്റേൺ ആൻഡ് സോഷ്യൽ ആക്ഷൻ ഓഫ് ഗ്രൂപ്പ്. അതായത് എന്തനോഗ്രാഫിക് ഇമേജിലൂടെ ആശയങ്ങളും വിശ്വാസങ്ങളും അതേപോലെ തന്നെ ബിഹേവിയർ പാറ്റേൺ നമ്മളുടെ പെരുമാറ്റ രീതികളും സോഷ്യൽ ആക്ഷൻ സാമൂഹിക പ്രവർത്തനങ്ങളും എന്ത് ചെയ്യപ്പെടുന്നു? റിഫ്ലക്റ്റ് പ്രതിഫലിക്കുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഡാറ്റ അനാലിസിസ് ഫോക്കസ് ഓൺ ഇന്റർപ്രറ്റിംഗ് മീനിങ് ഓഫ് ഹ്യൂമൻ ആക്ഷൻ. അതേപോലെ തന്നെ മനുഷ്യരുടെ പ്രവർത്തനങ്ങളുടെ അർത്ഥവും പ്രവർത്തനവും വ്യാഖ്യാനിക്കുന്നതാണ് ഡാറ്റ വിശകലനം. ഇവിടെ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നുണ്ട്. ഡാറ്റ അനാലിസിസ് എന്താ ഫോക്കസ് ചെയ്യുന്നത്? ഓൺ ഇന്റർപ്രറ്റിംഗ് മീനിങ് ഓഫ് ഹ്യൂമൻ ആക്ഷൻ. മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ അർത്ഥവും അതേപോലെ തന്നെ ആ അർത്ഥത്തെ വ്യാഖ്യാനിക്കുകയാണ് ഏതിലൂടെ ചെയ്യുന്നത്? ഡാറ്റ അനാലിസിസ്. അപ്പൊ ഡാറ്റ അനാലിസിസ് ഫോക്കസ് ഓൺ ഇന്റർപ്രറ്റിംഗ് മീനിങ് ഓഫ് ഹ്യൂമൻ ആക്ഷൻ. മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ അർത്ഥവും ആ മനുഷ്യ പ്രവർത്തനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനിക്കുന്നതാണ് ഏതിലൂടെ ചെയ്യുന്നത്? ഡാറ്റ അനാലിസിസിലൂടെ ചെയ്യുന്നത്. ഇനി അതിലെ പ്രധാനപ്പെട്ട ഫോംസുകൾ ഏതൊക്കെയാണ് നോക്കൂ. രൂപങ്ങൾ. എന്തനോഗ്രഫിയുടെ പ്രധാന രൂപങ്ങൾ ഏതൊക്കെയാണ്? റിയലിസ്റ്റ് എന്തനോഗ്രഫി, ക്രിറ്റിക്കൽ എന്തനോഗ്രഫി. റിയലിസ്റ്റിക് എന്തനോഗ്രഫി പറഞ്ഞാൽ എന്താണ്? റിയലാണ്, യഥാർത്ഥമായ എന്തനോഗ്രഫിയും ക്രിറ്റിക്കൽ വിമർശനാത്മകമായ എന്തനോഗ്രഫിയും. അപ്പോ എന്തനോഗ്രാഫിക് ഇമേജിന് രണ്ട് ഫോംസ് ആണുള്ളത്. ഏതൊക്കെയാണത്? റിയലിസ്റ്റ് എന്തനോഗ്രഫി യഥാർത്ഥമായ എന്തനോഗ്രഫിയും ക്രിറ്റിക്കൽ എന്തനോഗ്രഫി വിമർശനാത്മകമായ എന്തനോഗ്രഫിയും. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, റിസർച്ച് റേഞ്ച് ഫ്രം ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ ടു ഇന്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്. അതേപോലെ തന്നെ ഇവിടെ റിസർച്ച് എന്തിനാണ് ശ്രമിക്കുന്നത്? നിരീക്ഷണാത്മകമായിട്ടുള്ള കാര്യങ്ങളെയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ റിസർച്ച് എന്തനോഗ്രഫി റേഞ്ച് ഫ്രം ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ ടു ഇന്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് റിസർച്ച് എന്തനോഗ്രഫി എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്? ഒരു ഒബ്സർവേഷനിലൂടെ, നിരീക്ഷണത്തിലൂടെയാണ്. റിയലിസ്റ്റിക് എന്തനോഗ്രഫിയിൽ റിസർച്ച് റേഞ്ച് ഫ്രം ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ ടു ഇന്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഈ റിയലിസ്റ്റിക് എന്തനോഗ്രഫി എന്ന് പറയുന്നത് തന്നെയാണ് ഏത്? റിസർച്ച് റേഞ്ച്. ഈ റിസർച്ച് റേഞ്ച് ഏതിലൂടെയാണ് കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്? ഒരു ഒബ്സർവേഷനിലൂടെയാണ്, നിരീക്ഷണാത്മകമായിട്ടാണ്. എന്നാൽ ക്രിറ്റിക്കൽ എന്തനോഗ്രഫി എക്സാമിൻ പവർ റിലേഷൻ ബിറ്റ്വീൻ റിസർച്ചർ ആൻഡ് റിസർച്ച്ഡ്. ക്രിറ്റിക്കൽ എന്തനോഗ്രഫി അധികാര ബന്ധങ്ങളും അതേപോലെ തന്നെ അറിവും അധികാരവും തമ്മിലുള്ള ബന്ധവും പരിശോധിക്കുന്നു. ക്രിറ്റിക്കൽ എന്തനോഗ്രഫി എക്സാമിൻ പവർ റിലേഷൻ റിസർച്ചർ ആൻഡ് റിസർച്ച്ഡ്. അതായത്
ഇവിടെ അധികാരത്തെക്കുറിച്ചുള്ള അധികാര ബന്ധങ്ങൾ മനസ്സിലാക്കുന്നതിനും അതേപോലെ തന്നെ അധികാരം തമ്മിലുള്ള ബന്ധം പരിശോധിക്കുന്നതിനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ട്, പരിശോധിക്കാനും ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ദെൻ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വ്യക്തമാക്കുന്നത്? എന്തനോഗ്രാഫിക് ഇമേജ്. ഇപ്പൊ എന്തനോഗ്രാഫിക് ഇമേജ് എന്ന് പറഞ്ഞാല് ഇത്രയും പോയിന്റുകളിലൂടെയാണ് നിങ്ങളിത് പഠിക്കേണ്ടത് കേട്ടോ. ക്രിറ്റിക്കൽ എന്തനോഗ്രഫി എങ്ങനെയാണ് പവറിന്റെ അധികാരത്തിന്റെ ബന്ധം മനസ്സിലാക്കുക, റിസർച്ചറായിട്ട് മനസ്സിലാക്കുന്നുണ്ട്, റിസർച്ച്ഡ് ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ടോപ്പിക്കാണ് എന്തനോഗ്രാഫിക് ഇമേജ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മനുഷ്യശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിഞ്ഞ് സ്റ്റഡി നടത്തുന്നത്. അപ്പൊ നമ്മൾ എന്തനോഗ്രാഫിക് ഇമേജ് പഠിച്ചിട്ടുള്ളൂ. ഇനി ഇന്ത്യയുടെ എന്തനോഗ്രാഫിക് ഇമേജ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ശ്രദ്ധിക്കൂ. Early ethnographic image of India found in the People of India project. ഇന്ത്യയുടെ ആദ്യകാല എന്തനോഗ്രാഫിക് പഠനം ഏത് ഇതിലൂടെയാണ് പൂർത്തിയായത്? ദ പീപ്പിൾ ഓഫ് ഇന്ത്യ പ്രൊജക്ട് എന്ന പദ്ധതിയിലൂടെയാണ് എന്ത് ചെയ്യപ്പെട്ടത്? പദ്ധതിയിലൂടെയാണ് അതിന്റെ പഠനം നടന്നത്. ഇപ്പൊ ഏർലി എന്തനോഗ്രാഫിക് ഇമേജ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആദ്യകാല എന്തനോഗ്രാഫിക് പഠനം നടന്നത് ഏത് പ്രൊജക്റ്റിലൂടെയാണ്? ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ജനത. ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ആ പ്രൊജക്റ്റിലൂടെയാണ് ഇന്ത്യയുടെ എന്തനോഗ്രാഫിക് ഇമേജിനെ കുറിച്ച് പഠനം നടന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ് കംപ്ലൈൻഡ് ബൈ ജോൺ Probus Watson and John William Kay 1858 to 1875. അതായത് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തില് ജോൺ ഫോർബസ് വാട്സണും ജോൺ വില്യം കെയും എന്നിവ ചേർന്നാണ് 1858 to 1875 ഈ ഒരു എന്തനോഗ്രാഫിയെ കുറിച്ച് പഠനങ്ങൾ നടത്തിയത്. ഇപ്പൊ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തില് ജോൺ ഫ്രേബസ് വാട്സൺ ആൻഡ് ജോൺ വില്യം കെയ് എന്നിവർ ചേർന്നാണ് ഇതിനെ കുറിച്ചൊരു രൂപരേഖ 1858 to 1875 ഫോം ചെയ്തത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ് കണ്ടെയ്ൻഡ് 458 അനോട്ടഡ് ഫോട്ടോഗ്രാഫ് ഓഫ് ഇന്ത്യൻ കാസ്റ്റ് ആൻഡ് ട്രൈബ്. അങ്ങനെ ഇന്ത്യയിലെ ജാതികളും ഗോത്രങ്ങളും സംബന്ധിച്ച 468 ചിത്രങ്ങളാണ് അവർ ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ എന്തനോഗ്രഫി പറഞ്ഞ മനുഷ്യരെ കുറിച്ച് പഠിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഇന്ത്യയിലെ ജാതികളെ കുറിച്ചും കാസ്റ്റിനെ കുറിച്ചും അതേപോലെ തന്നെ ട്രൈബ്സ് ഗോത്രങ്ങളെ കുറിച്ചും മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ജോൺ ഫോർബ്സ് വാട്സണും ജോൺ വില്യം കെയും കൂടി ചേർന്ന് 468 ചിത്രങ്ങളാണ് ശേഖരിച്ചത്. ഇന്ത്യയിലെ ജാതികളെയും ഗോത്രങ്ങളെയും മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്തനോഗ്രാഫിക് പഠനത്തിലൂടെ ഈ വില്യം ജോണും അതേപോലെ ജോൺ ഫോർബ്സ് വാട്സണും ജോൺ വില്യം കെയും ഇവർ രണ്ടുപേരും കൂടി ഏകദേശം 468 ചിത്രങ്ങൾ ശേഖരിച്ചു എന്നാണ് പറയുന്നത്. കാസ്റ്റും ട്രൈബ്സിന്റെയും ജാതിയെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും ട്രൈബിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ട്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റിൽ പറയാണ് പ്രൊജക്ട് ഇനിഷ്യേറ്റഡ് അണ്ടർ ലോർഡ് കാനിങ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ ഈ പദ്ധതി ലോർഡ് കാനിങ് ആണ് ആരംഭിച്ചത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഫോക്കസ്ഡ് ഓൺ കസ്റ്റം, ബിലീഫ്, ഫിസിക്കൽ ട്രൈറ്റ്, ഡ്രഗ്സ് ആൻഡ് സോഷ്യൽ ലൈഫ്. അങ്ങനെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, വേഷം, ശരീര സവിശേഷതകൾ എന്നിവയെക്കുറിച്ചൊക്കെ ഈ ഒരു ഇന്ത്യയുടെ എന്തനോഗ്രാഫിക് ഇമേജിൽ ഉൾപ്പെടുത്തി. അപ്പൊ ഇന്ത്യയുടെ എന്തനോഗ്രാഫിക് ഇമേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, ആരുടെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയത്? കാസ്റ്റിനെ കുറിച്ചും ട്രൈബ്സിനെ കുറിച്ചും. മാത്രല്ല എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയത്? കസ്റ്റംസ്, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, ഫിസിക്കൽ ട്രൈബ്സ്, ഡ്രസ്സിങ്, സോഷ്യൽ ലൈഫ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തി. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ് ഹെർബർട്ട് റിസ്ലി 1908 continued the project with and caste illustration.
അതായത് 1908 ഹെർബർട്ട് റിഫ്ലി വീണ്ടും ഇതിനെക്കുറിച്ചുമായി എന്തനോഗ്രഫിയെ കുറിച്ചുള്ള പഠനം കണ്ടിന്യൂ ചെയ്തു, തുടർന്നു പോന്നു. 1868 1875 ജോൺ ഫ്രോബസും ജോൺ വില്യംസും പഠനം നടത്തി. ഏകദേശം കാഫ്റ്റിനെ കുറിച്ചും ട്രൈബിനെ കുറിച്ചുള്ള ചിത്രങ്ങൾ 468ഓളം അവരെ കുറിച്ചുള്ള ഫോട്ടോഗ്രാഫുകൾ ശേഖരിച്ചു. അതിനുശേഷം പിന്നീട് ഹെർബർട്ട് റിഫ്ലി 1908 ഹെർബർട്ട് റിഫ്ലി വീണ്ടും ഈ ഒരു ട്രൈബൽസിനെ കുറിച്ചും കാഫ്റ്റിനെ കുറിച്ചും പഠനം തുടർന്നു, കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഇന്ത്യൻ ഇന്റലിജൻഷ്യ ക്രിറ്റിഫൈഡ് ബ്രിട്ടീഷ് എന്തനോഗ്രഫി ഫോർ ബേസ്ഡ് ഡിപ്പക്ഷൻ. അങ്ങനെ ബ്രിട്ടീഷ് എന്തനോഗ്രാഫിക് പഠനങ്ങൾ ഇന്ത്യയുടെ ഈ ഒരു മനുഷ്യശാസ്ത്രത്തെ വിമർശിക്കുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ മനുഷ്യ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ പഠനം നടത്തിയതിനു ശേഷം ബ്രിട്ടീഷുകാരാണ് പഠനം നടത്തിയത്. അങ്ങനെ ഇന്ത്യൻ ഇന്റലിജൻഷ്യ ക്രിറ്റിഫൈഡ് ബ്രിട്ടീഷ് എന്തനോഗ്രഫി ഫോർ ബേസ്ഡ് ഡിപ്പക്ഷൻ. ബ്രിട്ടീഷ് എന്തനോഗ്രാഫിക് പഠനങ്ങൾ വളരെ അന്യായമാണെന്ന് ഇന്ത്യൻ ബുദ്ധിജീവികൾ എന്ത് ചെയ്തു, വിമർശിച്ചു. ഇന്ത്യയിലെ ബുദ്ധിജീവികളായിട്ടുള്ള ഇന്റലിജൻഷ്യ എന്താ, ബുദ്ധിജീവികള്. അപ്പൊ ഇന്ത്യൻ ഇന്റലിജൻഷ്യസ് ആരെ വിമർശിച്ചു, ബ്രിട്ടീഷുകാരുടെ ഈ എന്തനോഗ്രഫിയെ ഇന്ത്യൻ ഇന്റലിജൻസ് എന്ത് ചെയ്തു എന്നാ പറയുന്നത്, വിമർശിച്ചു. ഇന്ത്യൻ ഇന്റലിജൻഷ്യ എന്താ, ഇന്റലിജന്റ് പറഞ്ഞാൽ എന്താ, ബുദ്ധിജീവി. അപ്പോ ഇന്ത്യയിലെ ഇന്റലിജൻസ് ഈ ബ്രിട്ടീഷുകാരുടെ കണ്ടെത്തലുകളെ എന്ത് ചെയ്തു എന്നാ പറയണേ, വിമർശിച്ചു. ലാസ്റ്റ് മേജർ ബ്രിട്ടീഷ് വർക്ക് J.H. ഹട്ടൺ കാഫ്റ്റ് ഇൻ ഇന്ത്യ. അങ്ങനെ 1944 ബ്രിട്ടീഷ് ഭരണകാലം അവസാനിക്കാൻ ഇങ്ങനെ തുടങ്ങുന്ന ആ കാലഘട്ടത്തിലെ J.H. ഹട്ടൺ കാഫ്റ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ ജാതി സമ്പ്രദായത്തെ കുറിച്ചൊരു ബുക്ക് എഴുതി. അപ്പോൾ ഇന്ത്യയുടെ ജാതികളെ കുറിച്ചും ട്രൈബൽസിനെ കുറിച്ചൊക്കെ ബ്രിട്ടീഷുകാരായിരുന്നു പഠനം നടത്തിയത്. അതാണ് എന്തനോഗ്രാഫിക് ഇമേജ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അങ്ങനെ അവർ 468ഓളം പിക്ചറിനെ അവർ ശേഖരിച്ചിരുന്നു. 1908 വീണ്ടും അത് ഹെർബർട്ട് റിഫ്ലി കണ്ടിന്യൂ ചെയ്തെങ്കിലും ഇന്ത്യയിലെ ബുദ്ധിജീവികൾ അതിനെ എന്ത് ചെയ്യുക ചെയ്തത്, വിമർശിക്കുകയാണ് ചെയ്തത്. മാത്രല്ല അങ്ങനെ J.H. ഹട്ടൺ 1944 എന്ത് ചെയ്തു, കാഫ്റ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ ജാതി സമ്പ്രദായത്തെ കുറിച്ച് വീണ്ടും ഒരു പുതിയതായിട്ടുള്ള കുറച്ച് കണ്ടെത്തലുകൾ എഴുതുകയും അങ്ങനെ എന്തനോഗ്രാഫിക് ഇമേജ് ഓഫ് ഇന്ത്യ ഷേപ്ഡ് ബൈ അമേരിക്കൻ, ബ്രിട്ടീഷ്, ഇന്ത്യൻ ആൻഡ് ഫ്രഞ്ച് ട്രഡീഷൻ. അങ്ങനെ ഇന്ത്യയുടെ എന്തനോഗ്രാഫിക് ഇമേജ് അമേരിക്കൻ, ബ്രിട്ടീഷ്, ഇന്ത്യൻ, ഫ്രഞ്ച് പഠന പരമ്പരകളാൽ സ്വാധീനിക്കപ്പെട്ടു. അപ്പൊ ഇന്ത്യയെ കുറിച്ചുള്ള മനുഷ്യ ശാസ്ത്രം ഏതൊക്കെ ആളുകളിലൂടെയാണ് വെളിവായത്, അമേരിക്കക്കാരിലൂടെയും വിദേശികളായിട്ടുള്ള ഫോറിനേഴ്സ് ആയിട്ടുള്ള അമേരിക്കൻ, ബ്രിട്ടീഷിനും അതേപോലെ തന്നെ ഫ്രഞ്ചേഴ്സും ഒക്കെയാണ് അനലൈസ് ചെയ്തത്. ഇന്ത്യയുടെ ജാതി സമ്പ്രദായത്തെ കുറിച്ചും അതേപോലെ തന്നെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ എന്തനോഗ്രാഫിക് പഠനത്തെ കുറിച്ച് പഠനം നടത്തിയത് അമേരിക്കക്കാരും അതേപോലെ തന്നെ ഫ്രഞ്ച് ട്രഡീഷണലിസ്റ്റുമായിരുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ആൻഡ് ദെൻ അങ്ങനെ കോമൺ തീംസ് ഇൻ എന്തനോഗ്രാഫിക് ഇമേജ് ഇൻ ഇന്ത്യ. അതുകൊണ്ട് തന്നെ പിന്നെന്താ അവിടെ പറയുന്നത്, കോമൺ തീംസ് അതായത് അങ്ങനെ ഒരു പൊതുവായിട്ടുള്ള കുറച്ച് വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. ഈ വിദേശികളായിട്ടുള്ള അമേരിക്കക്കാരും ഫ്രഞ്ച് ട്രഡീഷൻസും ആണ് ഇന്ത്യയുടെ എന്തനോഗ്രാഫിക് ഇമേജിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി തന്നത്. അതുകൊണ്ട് തന്നെ അവരെ ചില പ്രധാന വിഷയങ്ങൾ അതിൽ ഉൾപ്പെടുത്തി. എന്തൊക്കെയാണ് ഇന്ത്യയുടെ എന്തനോഗ്രാഫിക് സ്റ്റഡിയിൽ ഈ അമേരിക്കക്കാരും ഫ്രഞ്ചേഴ്സും ഉൾപ്പെടുത്തിയ കാര്യങ്ങള്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഇന്ത്യയെ കുറിച്ച് അവര് പഠനം നടത്തി, എന്തനോഗ്രാഫിക് സ്റ്റഡി നടത്തിയപ്പോൾ അവര് കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ടീച്ചർ പോയിന്റ് ആക്കി എഴുതിയിട്ടുള്ളത്. എന്താണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത?
ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വൈവിധ്യത്തിലെ ഏകത്വം. ഇന്ത്യയുടെ മാത്രം പ്രത്യേകതയാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങൾ നിറഞ്ഞ നാടാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് തന്നെ ഈ അമേരിക്കൻ സോഷ്യോളജിസ്റ്റുകളും അതേപോലെ തന്നെ ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റുകളൊക്കെ ഇന്ത്യയെക്കുറിച്ച് എന്തനോഗ്രാഫിക് സ്റ്റഡി നടത്തിയപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പോയിന്റ്സുകൾ അവർ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞു. എന്തൊക്കെയാണ് അത്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വൈവിധ്യത്തിലെ ഏകത്വം. വില്ലേജ് ഇൻ ഇന്ത്യ, ഇന്ത്യ ഗ്രാമീണ സമൂഹമാണ്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും അല്ല, ഇന്നൊക്കെ മാറി. പക്ഷേ ഇന്ത്യ എങ്ങനത്തെ ഒരു സൊസൈറ്റി ആയിരുന്നു? വില്ലേജ്, ഒരുപാട് ചെറു ഗ്രാമങ്ങൾ നിറഞ്ഞ ഒരു മനോഹരമായ വൈവിധ്യം നിറഞ്ഞൊരു നാടായിരുന്നു. അതുകൊണ്ടാണ് വില്ലേജ് ഇൻ ഇന്ത്യ. പിന്നെ ഇവരെന്താണ് ഇവിടെ കണ്ടെത്തിയത്? കാസ്റ്റ് സിസ്റ്റം. ഇന്ത്യയിലെ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയാണ് എന്ത്? കാസ്റ്റ് സിസ്റ്റം, ട്രൈബ്സ്, റിലീജിയൻ, ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻ. അതേപോലെ തന്നെ ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻ, ചെറുതും വലുതുമായിട്ടുള്ള പാരമ്പര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ത്യയുടെ പ്രത്യേകതയായിട്ടാണ് അവിടെ വ്യക്തമാക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്തനോഗ്രാഫിക് ഇമേജ് ആൻഡ് എന്തനോഗ്രാഫിക് ഇമേജ് ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കഷൻ നടത്താനുണ്ടായിരുന്നത്. ഇനി നമ്മൾക്കിതിൽ പഠിക്കാനുള്ളത് യൂണിറ്റി, അതായത് ടീച്ചർ പറഞ്ഞു തന്നില്ലേ, ഇവര് ഈ എന്തനോഗ്രാഫിക് സ്റ്റഡി നടത്തിയപ്പോൾ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? 6 പ്രത്യേകതയുള്ളത്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വില്ലേജ് ഇന്ത്യ, കാസ്റ്റ്, ട്രൈബ്, റിലീജിയൻ, അതേപോലെ തന്നെ ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻ. ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻ, ഈ പ്രധാനപ്പെട്ട 6 കാര്യങ്ങളും നമുക്കിതിൽ ഓരോന്നും പോയിന്റുകൾ. വില്ലേജ്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്താ ഇന്ത്യയുടെ, അതേപോലെ തന്നെ വില്ലേജിനെ കുറിച്ച്, കാസ്റ്റിനെ കുറിച്ച്, ട്രൈബിനെ കുറിച്ച്, റിലീജിയനെ കുറിച്ച്, ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻ. ഇതൊരു എസ്എ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കോമൺ തീംസ് ഇൻ എന്തനോഗ്രാഫിക് ഇമേജ് ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ എന്തനോഗ്രാഫിക് ഇമേജിലെ കോമൺ തീംസുകൾ ഏതൊക്കെ? ഈ 6 പോയിന്റ് നമുക്ക് എസ്എ ആയിട്ട് എഴുതേണ്ടതാണ്. അപ്പോൾ ഇതിൽ ഓരോന്നും എടുത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഹൈ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കഷൻ നടത്തി എന്തനോഗ്രാഫിക് ഇമേജ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ എന്തനോഗ്രാഫിക് ഇമേജിനെ കുറിച്ച് നമ്മൾ ഡിസ്കഷൻ നടത്തി. ഇനി അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമായിരുന്നു ഇത്. ടീച്ചർ ആ ടോപ്പിക്ക് പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അതായത് ബോത്ത് വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ എന്തനോഗ്രാഫിക് ഇമേജ് ഓഫ് ഇന്ത്യ ഹാഡ് ഫോളോവിങ് ഏരിയ ഓഫ് എംഫസൈസ് ഇൻ കോമൺ. പൊതുവായിട്ട് ഇന്ത്യ എന്തനോഗ്രാഫിക് ഇമേജിനെ നോക്കുമ്പോൾ, അതായത് വെസ്റ്റേൺ ആയിട്ടും ഇന്ത്യയിലെ എന്തനോഗ്രാഫിക് ഇമേജ് ഓഫ് ഇന്ത്യയെ കുറിച്ച് നോക്കുമ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത് എന്നാണ് നമ്മളിനി ഡിസ്കഷൻ നടത്തുന്നത്. ഈ 6 പോയിന്റും ടീച്ചർ എന്താന്ന് പറഞ്ഞു അല്ലേ? കോമൺ ആയിട്ട് വിദേശികൾ ഇന്ത്യൻ എന്തനോഗ്രഫിയെ ഏതൊക്കെ രീതിയിലാണ് വ്യക്തമാക്കിയത്, അതായത് ഇന്ത്യയുടെ എന്തനോഗ്രാഫിക് സ്റ്റഡി നടത്തിയപ്പോൾ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചത് എന്നാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. അതിൽ നമ്മൾ 6 പോയിന്റ് പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇനി ആ 6 പോയിന്റ് നമുക്ക് ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് നോക്കൂ. അതായത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വില്ലേജ് ഇന്ത്യ, കാസ്റ്റ്, ട്രൈബ്സ്, റിലീജിയൻ, ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻ. ഇത് നമ്മൾ അതായത് എന്തനോഗ്രഫി സ്റ്റഡി ഇന്ത്യയിൽ നടത്തിയപ്പോൾ വെസ്റ്റേൺ കൺട്രിയിലുള്ള ഓരോ പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റുകളും ഇന്ത്യക്കൊരു പ്രത്യേകമായിട്ടുള്ള എന്തനോഗ്രാഫിക് സ്റ്റഡിയിലൂടെ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി ഓരോ പോയിന്റും, ഇതൊരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. ബോത്ത് വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ എന്തനോഗ്രാഫിക് ഇമേജ് ഓഫ് ഇന്ത്യ ഹാർഡ് ഫോളോവിങ് ഏരിയാസ് ഓഫ് എംഫസിസ് ഇൻ കോമൺ എന്നുള്ളത് ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമുക്ക് 6 പോയിന്റ്സ് ആണ് പഠിക്കേണ്ടത്. അതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടുള്ളത്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അതായത് അതായത് വൈവിധ്യത്തിലെ ഏകത്വം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിറ്റി പറഞ്ഞാൽ എന്താണ്? വൈവിധ്യം. അപ്പോൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി പറഞ്ഞാൽ വൈവിധ്യത്തിലെ ഏകത്വം എന്താ എന്ന് നമുക്ക് നോക്കാം. ടീച്ചർ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇന്ത്യ ഈസ് എ portrayed as a united nation from കാശ്മീർ ടു കന്യാകുമാരി. അതായത് ഇന്ത്യയെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരുമിച്ചിട്ടുള്ള ഒരു രാഷ്ട്രമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ചിത്രീകരിച്ചിട്ടുള്ളത്. ഇന്ത്യ ഈസ് പോർട്രേഡ് ആസ് എ
യുണൈറ്റഡ് നേഷൻ ഫ്രം കാശ്മീർ ടു കന്യാകുമാരി. കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ ഒരു രാഷ്ട്രമായിട്ടാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. മാത്രമല്ല ഈ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയും ഡിഫറൻറ്റ് കൾച്ചർ, ഡിഫറൻറ്റ് ലാംഗ്വേജ്, ഡിഫറൻറ്റ് ഡ്രസ്സിങ്, ഡിഫറൻറ്റ് ഫുഡ്, അങ്ങനെ എല്ലാം ഡിഫറൻ്റാണ്. ആ എല്ലാം ഡിഫറൻ്റ് ആയിട്ടും നമ്മൾ എല്ലാം ഡൈവേഴ്സിഫൈഡ് ആണ്. നമ്മളെങ്ങനെ നിലനിൽക്കുന്നു? യൂണിറ്റി. അതാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അപ്പം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വൈവിധ്യത്തിലെ ഏകത്വം എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ രാജ്യം എവിടുന്ന് തൊട്ട് ഏത് വരെ നോക്കാം? കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയും ഇന്ത്യയെ ഒരു രാജ്യമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ ഓരോ കൾച്ചറും എങ്ങനെ തന്നെയാണ്? ഡൈവേഴ്സിഫൈഡ് ആണ്. Then next point, India is a great example of unity in diversity. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിക്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ ഏത് രാജ്യം തന്നെയാണ്? ഇന്ത്യയാണ്. ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് എക്സാമ്പിൾ ഓഫ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. നാനാത്വത്തിൽ ഏകത്വം അഥവാ വൈവിധ്യത്തിൽ ഏകത്വം എന്ന് പറയാൻ ഏറ്റവും ഉത്തമ ഉദാഹരണം ഏതെന്നെയാണ്? ഇന്ത്യയാണ്. ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് എക്സാമ്പിൾ ഓഫ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. India is a blend of different cultures, races, caste, religion, language and region. ഇന്ത്യയുടെ സംസ്കാരമായാലും റേസസ് വംശമായാലും കാസ്റ്റ് ജാതി ആയാലും റിലീജിയൻ മതമാണെങ്കിലും ലാംഗ്വേജ് ഭാഷയാണെങ്കിലും റീജിയൻ എന്ന് പറഞ്ഞാൽ പ്രദേശം, റിലീജിയൻ എന്ന് പറഞ്ഞാൽ മതം, റീജിയൻ എന്ന് പറഞ്ഞാൽ പ്രദേശം. അപ്പം റീജിയൻ ആയാലും എന്നിവയുടെയൊക്കെ ഒരു ബ്ലൻഡാണ്. ബ്ലൻഡ് പറഞ്ഞാൽ ഒരു സംഗമമാണ് ഇന്ത്യ. ഡിഫറൻറ്റ് കൾച്ചർ, ഡിഫറൻറ്റ് റേസസ്, ഡിഫറൻറ്റ് കാസ്റ്റ്, ഡിഫറൻറ്റ് റിലീജിയൻ, ഡിഫറൻറ്റ് ലാംഗ്വേജ്, ഡിഫറൻറ്റ് റീജിയൻ, ഇവയുടെയൊക്കെ ഒരു ബ്ലൻഡാണ് ഏത്? ഇന്ത്യ. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ആൻഷ്യന്റ് ഇന്ത്യൻ കൾച്ചർ ഗേവ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ടു സിംബൽ ആൻഡ് റിച്വൽ. പുരാതന ഇന്ത്യൻ സംസ്കാരം ചിഹ്നങ്ങൾക്കും ആചാരങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകി. ആൻഷ്യന്റ് ഇന്ത്യൻ കൾച്ചർ ഗേവ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ടു സിംബൽ. സിംബൽ എന്ന് പറഞ്ഞാൽ എന്താ? ചിഹ്നങ്ങൾ. റിച്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ആചാരങ്ങൾ. അപ്പോൾ പുരാതന സാംസ്കാരിക ഇന്ത്യയുടെ പുരാതന ഇന്ത്യൻ സംസ്കാരം, ആൻഷ്യന്റ് ഇന്ത്യൻ കൾച്ചർ, പുരാതന ഇന്ത്യൻ സംസ്കാരം എന്തിനൊക്കെ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിരുന്നു? സിംബൽസിനും റിച്വൽസിനും ഇമ്പോർട്ടൻറ്റ് കൊടുത്തിരുന്നു. India is described as the birthplace of the human race and the origin of human language. ഇന്ത്യയെ മനുഷ്യവംശത്തിൻ്റെ പിറവിയുടെ ഉറവിടമെന്നും മനുഷ്യഭാഷയുടെ ജന്മസ്ഥലമെന്നും വിശേഷിപ്പിക്കുന്നു. മനുഷ്യഭാഷയുടെ ഉറവിടമെന്നും മനുഷ്യവംശത്തിൻ്റെ പിറവിയുടെ ഉറവിടമെന്നൊക്കെയാണ് ഇന്ത്യയെ അറിയപ്പെടുന്നത്. ഇന്ത്യ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ ബർത്ത് പ്ലേസ് ഓഫ് ദ ഹ്യൂമൻ റേസ് ആൻഡ് ഒറിജിൻ ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്. ഓരോ മാനുഷിക വംശത്തിൻ്റെയും അതേപോലെ തന്നെ ഓരോ ഭാഷയുടെയും ഒക്കെ ഉറവിടം എവിടെയാണ്? ഇന്ത്യയിലാണ്. അതുകൊണ്ടാണ് ഇന്ത്യയെ മനുഷ്യവംശത്തിൻ്റെ പിറവിയുടെ ഉറവിടമെന്നും മനുഷ്യഭാഷയുടെ ജന്മസ്ഥലം എന്നൊക്കെ വിശേഷിപ്പിക്കാനുള്ള കാരണം. ഇന്ത്യൻ കൾച്ചർ അപ്ഹോൾഡ് ഹ്യൂമാനിറ്റി, ടോളറൻസ്, യൂണിറ്റി, യൂണിവേഴ്സൽ ബ്രദർഹുഡ് ആൻഡ് സെക്യുലറിസം. അതേപോലെ തന്നെ ഇന്ത്യൻ സംസ്കാരം എന്തിലൊക്കെ ഉൾക്കൊള്ളുന്നു? ഹ്യൂമാനിറ്റി മാനവികത, ടോളറൻസ് സഹിഷ്ണുത, യൂണിറ്റി ഐക്യം, യൂണിവേഴ്സൽ ബ്രദർഹുഡ് അതായത് സാർവത്രികമായ സാഹോദര്യത്വം, സെക്കുലറിസം മതേതരത്വം എന്നിവയൊക്കെ പിന്തുടരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യൻ കൾച്ചർ അപ്ഹോൾഡ് ഹ്യൂമാനിറ്റി, ടോളറൻസ്, യൂണിറ്റി, യൂണിവേഴ്സൽ ബ്രദർഹുഡ് ആൻഡ് സെക്കുലറിസം. And then next point, Indian society maintain a closely connected social structure. ഇന്ത്യൻ സമൂഹം നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്? സാമൂഹിക ഘടനയെ നിലനിർത്താൻ ശ്രമിക്കുന്നു. ഇന്ത്യൻ സൊസൈറ്റി മെയിൻറ്റെയിൻ ക്ലോസ്ലി കണക്റ്റഡ് സോഷ്യൽ സ്ട്രക്ചർ. സാമൂഹിക ഘടനയുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ഇന്ത്യൻ സൊസൈറ്റി ശ്രമിക്കുന്നു. ആൻഡ് ദെൻ
നെക്സ്റ്റ് പോയിന്റ്, despite foreign rule, Indian preserved simplicity, humanity and human value. വിദേശ ആധിപത്യങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യക്കാർ ലാളിത്യം കൊണ്ടും സിംപ്ലിസിറ്റി പറഞ്ഞാൽ എന്താ? ലാളിത്യം, ഹ്യൂമാനിറ്റി മാനവികത, ഹ്യൂമൻ വാല്യൂ മാനുഷിക മൂല്യങ്ങൾ, ഇവയൊക്കെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു? നിലനിർത്താൻ സാധിച്ചു. ഡെസ്പൈറ്റ് ഫോറിൻ റൂൾ, ഇന്ത്യയിൽ വിദേശ ആധിപത്യം ഉണ്ടായി കരുതിയിട്ട് ഇന്ത്യ ഒരിക്കലും ആ യൂണിറ്റി കൈവിട്ടിട്ടില്ല. വിദേശീയർ ഇവിടെ ആധിപത്യം പുലർത്തി, പക്ഷേ ആ വിദേശീയരെ നമ്മൾ എന്തുമാത്രമായിരുന്നു നമ്മളുടെ അവരെ ഇവിടെ നിന്നും ബോയ്ക്കോട്ട് ചെയ്യാൻ, ബഹിഷ്കരിക്കാൻ നമുക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ്? യൂണിറ്റി, ഒരുമ കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളിലെ സിംപ്ലിസിറ്റിയും ലാളിത്യവും ഹ്യൂമാനിറ്റിയും ഹ്യൂമൻ വാല്യൂവും വർദ്ധിക്കുക ചെയ്തിട്ടുള്ള ഒരിക്കലും വിദേശാധിപത്യം കൊണ്ട് അത് തകരാൻ കാരണമായിട്ടില്ല. അതാണ് ഇന്ത്യ എന്താണെന്ന് പറയാനുള്ള കാരണം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയാനുള്ള കാരണം. ഒരുമയിലെ വൈവിധ്യം എന്ന്, നമ്മുടെ രാജ്യം എല്ലാം കൊണ്ടും വൈവിധ്യമാണ്, പക്ഷേ ഒരുമയിൽ മാത്രം ആ വൈവിധ്യം നമ്മളെ എന്ത് ചെയ്യുന്നില്ല? ആ ഒരുമ നഷ്ടപ്പെടുത്തുന്നില്ല, ഒരുമ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ വൈവിധ്യം നമ്മളുടെ ഒരുമ വർദ്ധിക്കാനാണ് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ഫോറിനേഴ്സ് ഇവിടെ ആധിപത്യം പുലർത്തിയെങ്കിലും, ഫോറിൻ റൂളുകൾ അവരുടെ അഡ്മിനിസ്ട്രേഷൻ ഇവിടെ വർദ്ധിപ്പിച്ചുവെങ്കിലും അതൊന്നും ഇന്ത്യയുടെ സിംപ്ലിസിറ്റിയോ ഹ്യൂമാനിറ്റിയോ ഹ്യൂമൻ വാല്യൂസോ നഷ്ടപ്പെടാൻ കാരണമായിട്ടില്ല. അതുകൊണ്ടാണ് എന്ത് പറയാനുള്ള കാരണം? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയാനുള്ള കാരണം. Even with differences in caste, religion, language, race and color, Indian society has maintained unity. അതുകൊണ്ട് ജാതി, മതം, ഭാഷ, വംശം, നിറം തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യൻ സമൂഹത്തിലെ ഐക്യം നിലനിർത്താൻ സാധിച്ചു. ഈവൻ വിത്ത് ഡിഫറൻസ് ഇൻ വ്യത്യസ്ത ജാതികൾ, വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത വംശങ്ങൾ, വ്യത്യസ്ത നിറങ്ങൾ, ഇവയൊക്കെ ഇന്ത്യയിൽ എന്ത് നിലനിർത്താനാണ് സാധിച്ചത്? യൂണിറ്റി, ഒരുമ നിലനിർത്താൻ സാധിച്ചു. ഇവയുടെയൊക്കെ പേരിൽ പല ഡിസ്ക്രിമിനേഷൻസും പല എക്സ്പ്ലോയിറ്റേഷൻസും ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ ഇല്ലാതാക്കി ഇന്ത്യ എന്തിലേക്ക് എത്തിച്ചേർന്നു? യൂണിറ്റിയിലേക്ക് എത്തിച്ചേർന്നു. അതുകൊണ്ടാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയാനുള്ള കാരണം. അതാണ് ഇന്ത്യയെക്കുറിച്ച് പഠിച്ചപ്പോൾ എന്തനോഗ്രാഫിക് സ്റ്റഡി, വിദേശ സോഷ്യോളജിസ്റ്റുകൾ, ഫോറിൻ സോഷ്യോളജിസ്റ്റുകൾ ഇന്ത്യയെക്കുറിച്ച് സ്റ്റഡി നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുള്ള പ്രധാനപ്പെട്ട 6 പോയിന്റാണ്. എന്താണ്? ഇന്ത്യയെ എന്തനോഗ്രാഫിക് സ്റ്റഡി നടത്തിയപ്പോൾ ഇന്ത്യ എന്തുകൊണ്ട് സമ്പന്നമാണ്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ആ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ് എന്ന് പറയാൻ, അത് ഉറപ്പിക്കാൻ നമുക്ക് ഒരുപാട് പോയിന്റ്സുകളാണ് ടീച്ചർ ഇവിടെ പറഞ്ഞു തന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യ വൈവിധ്യത്തിൽ ഏകത്വം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് എന്ന് പറയാനുള്ള കാരണം ഇത്രയും കാരണങ്ങൾ തന്നെ മതി അല്ലേ? ഏകദേശം ഈ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയിൽ എത്ര സബ് പോയിന്റ് പറഞ്ഞു? 2, 3, 4, 5, 6, 7, 8 സബ് പോയിന്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എടുക്കാനുള്ള പോയിന്റ് വില്ലേജ് ഇൻ ഇന്ത്യ. ഇന്ത്യ ഒരു ഗ്രാമമാണ്, വില്ലേജ് കമ്മ്യൂണിറ്റിയാണ്. ഇന്ത്യ എന്തുകൊണ്ടാണ് ഒരു ഗ്രാമീണ സമൂഹമാണ് എന്ന് പറയാനുള്ള കാരണം എന്ന പോയിന്റാണ് നമുക്കിനി ഡിസ്കഷൻ നടത്താനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കഷൻ നടത്താം. ഓക്കെ, ഹൈ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഈ ഒരു എസ്എ ക്വസ്റ്റ്യനിൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് ഡിസ്കഷൻ ചെയ്തത്. അടുത്തത് വില്ലേജ് ഇന്ത്യ. ഇന്ത്യയിലെ ഗ്രാമസമൂഹങ്ങൾ. ഇന്ത്യയിലെ ഗ്രാമസമൂഹങ്ങളെക്കുറിച്ചാണ് നമ്മളിനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യയിലെ ഗ്രാമസമൂഹങ്ങളെക്കുറിച്ച് പറയുക. കാരണം ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് വളരെയധികം ആളുകളും ഗ്രാമീണ മേഖലയെയും കാർഷിക മേഖലയെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. ഏകദേശം 100-ൽ 85% ആളുകളും 85% ഓഫ് പീപ്പിൾസും ഗ്രാമീണ മേഖലയെയും അതേപോലെ കാർഷിക മേഖലയെയുമാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗ്രാമങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലെ വേണ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ടീച്ചർ ഇവിടെ ഡിസ്കഷൻ നടത്തുന്നത്. വില്ലേജ് ഇന്ത്യ ബൈ മാക്കിം മാരിയറ്റ് ആൻഡ് എഫ് ശ്രീനിവാസ് 1955 ഈസ് ബേസ്ഡ് ഓൺ എത്നോഗ്രാഫിക് സ്റ്റഡീസ് ഓഫ് ഇന്ത്യൻ വില്ലേജ്. അതായത് മാക്കിം മാരിയറ്റും അതേപോലെ എഫ് ശ്രീനിവാസും
1955 1955 ഇന്ത്യൻ ഗ്രാമങ്ങളെ ആസ്പദമാക്കി നടത്തിയ ഒരു വിജ്ഞാന പഠനമായിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത്, ഇന്ത്യൻ വില്ലേജ്. അപ്പോൾ 1955 മാക്കിംഗ് മാരിയറ്റും എഫ് ശ്രീനിവാസും ചേർന്ന് ഇന്ത്യൻ ഗ്രാമീണ സമൂഹത്തെക്കുറിച്ച് ഒരു വിജ്ഞാന പഠനശാഖ കൊണ്ടുവന്നു. ആ വിജ്ഞാന പഠനശാഖ എന്തനോഗ്രാഫിക് സ്റ്റഡി പറഞ്ഞാൽ മനുഷ്യനെ പഠിക്കുക. അപ്പം അത്തരത്തിലുള്ള ഈ വിജ്ഞാന പഠനശാഖയിലൂടെയാണ് ഇന്ത്യൻ വില്ലേജ് എന്ന പഠനശാഖയ്ക്ക് രൂപം കൊടുത്തത്. ശ്രീനിവാസ് viewed the village as a well-defined structural entity. ശ്രീനിവാസ് ഗ്രാമത്തെ എങ്ങനെയാണ് നിർവചിച്ചത്? ഒരു ഘടനാപരമായ രീതിയിൽ. സ്ട്രക്ചറൽ എന്ന് പറഞ്ഞാൽ എന്താ? ഘടനാപരമായ രീതിയിലാണ് ഇന്ത്യൻ ഗ്രാമങ്ങളെ എഫ് ശ്രീനിവാസ് തരംതിരിച്ചത്. ശ്രീനിവാസ് വ്യൂസ് ദ വില്ലേജ് ആസ് എ വെൽ ഡിഫൈൻഡ് സ്ട്രക്ചറൽ എൻറ്റിറ്റി. ഒരു ഘടനാപരമായ രീതിയിലാണ് ശ്രീനിവാസ് ഇന്ത്യൻ ഗ്രാമീണ മേഖലയെ തരംതിരിച്ചത്. And then next point, castes are separated by rules but are interdependent through occupation and parent-client relation. അതിനാൽ എന്താ ഇവിടെ പറയുന്നത്? കാസ്റ്റ് ആർ സെപ്പറേറ്റഡ് ബൈ റൂൾ. ജാതികൾ നിയമങ്ങളാൽ വേർതിരിച്ചിരുന്നതിനാലും. അപ്പോൾ ഓരോ കാസ്റ്റും എങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത്? കാസ്റ്റ് ആർ സെപ്പറേറ്റഡ് ബൈ റൂൾ, നിയമങ്ങളാൽ. അപ്പോൾ ജാതികൾ കാസ്റ്റ് റൂൾസിനാൽ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? വേർതിരിച്ചിരുന്നതിനാലും. അതേപോലെ തന്നെ ഒക്യുപ്പേഷണൽ, തൊഴിൽപരമായ ആശയത്തിലൂടെ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? ബന്ധപ്പെട്ട് നിലകൊള്ളുന്നുണ്ട്. അപ്പം ജാതികൾ നിയമങ്ങളാൽ തരംതിരിച്ചിട്ടുണ്ടെങ്കിൽ പോലും തൊഴിൽപരമായ സവിശേഷതകളിലൂടെയാണ് നിലകൊള്ളുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ ഗ്രാമ സമൂഹങ്ങളിലെ ഓരോ ജാതിയും തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലേ? അവർ ചെയ്യുന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് കാസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ജാതികളിൽ പല നിയമങ്ങളുണ്ടെങ്കിൽ പോലും തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പരസ്പരം ബന്ധപ്പെട്ടു നിലകൊള്ളുന്നത്. അപ്പോൾ ജാതികൾ നിയമങ്ങളാൽ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ പോലും തൊഴിൽപരമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലൂടെയാണ് പരസ്പരം എന്ത് ചെയ്യുന്നത്? നിലകൊള്ളുന്നത്. And then next point, the dominant caste plays a unifying role in village life. അതായത് ഡോമിനന്റ് കാസ്റ്റ്, ആധിപത്യ ജാതി ഗ്രാമത്തെ ഒരുമിപ്പിക്കുന്ന പങ്ക് വഹിക്കുന്നു. The dominant caste plays a unifying role in village life. ഗ്രാമീണ ജീവിതത്തെ, വില്ലേജ് ലൈഫിനെ യൂണിഫൈവിങ് റോൾ, ഒരുമിക്കുന്ന റോള്, അതായത് ഒരുമിപ്പിക്കുന്ന പങ്ക് വഹിക്കുന്നത് ഏത് കാസ്റ്റ് ആയിരുന്നു? ഡോമിനന്റ് കാസ്റ്റ്. ദ ഡോമിനന്റ് കാസ്റ്റ് പ്ലേസ് എ യൂണിഫൈവിങ് റോൾ ഇൻ വില്ലേജ് ലൈഫ്. ഗ്രാമീണ ജീവിതത്തെ ഒരുമിക്കുന്ന ആ റോള് വഹിച്ചിരുന്നത് ആരാണ്? ഡോമിനന്റ് കാസ്റ്റ്. ദ ഡോമിനന്റ് കാസ്റ്റ് പ്ലേസ് എ യൂണിഫൈവിങ് റോൾ ഇൻ വില്ലേജ് ലൈഫ്. And then next point, ക്ലാത്തീൻ ഗൗഗ് ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. ക്ലാത്തീൻ ഗൗഗ് disagreed and argued village are not well defined units. അപ്പോൾ ക്ലാത്തീൻ ഗൗഗ് ഗ്രാമങ്ങളെ വ്യത്യസ്തമായ ഘടകങ്ങൾ അല്ല എന്ന് അഭിപ്രായപ്പെട്ടു. ക്ലാത്തീൻ ഗൗഗ് എന്താ പറയണത്? ഗ്രാമങ്ങൾ ഒരിക്കലും ഒരു വ്യത്യസ്തമായിട്ടുള്ള സമൂഹമല്ല എന്ന്, ഗ്രാമങ്ങൾ വ്യക്തമായ ഘടകങ്ങളല്ല, അതായത് വ്യക്തമായിട്ടുള്ളൊരു ഘടകങ്ങൾ എവിടെ ഇല്ല, ഗ്രാമ സമൂഹങ്ങളിൽ ഇല്ല എന്ന് അഭിപ്രായപ്പെട്ടു? ക്ലാത്തീൻ ഗൗഗ്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ്, എക്കണോമിക് ചേഞ്ച് റെഡ്യൂസ്ഡ് വില്ലേജ് യൂണിറ്റി ആൻഡ് ഇൻക്രീസ്ഡ് കാസ്റ്റ് റൈവലറി. സാമ്പത്തിക മാറ്റങ്ങളാണ് ഗ്രാമത്തിൻ്റെ ഐക്യം കുറയുന്നതിനും അതേപോലെ തന്നെ ജാതി വൈരുദ്ധ്യം വർദ്ധിക്കുന്നതിനും കാരണമായത്.
എക്കണോമി ഒരു കാലഘട്ടത്തിൽ ഗ്രാമീണ മേഖലയിലുള്ളവരെല്ലാവരും ഒരു യൂണിറ്റി ആയിരുന്നു, ഒരുമയോടെയാണ് ജീവിച്ചിരുന്നത്. അവർ ഒരേ തൊഴിലും ഒരേ ജീവിത രീതിയാണ് ഫോളോ ചെയ്തതെങ്കിലും പിന്നീട് വന്ന എക്കണോമിക് ചേഞ്ച്, സാമ്പത്തിക മാറ്റമാണ് എന്ത് കുറയാൻ കാരണമായത്? റെഡ്യൂസ്ഡ് വില്ലേജ് യൂണിറ്റി, ഗ്രാമസമൂഹത്തിൻ്റെ ഐക്യം കുറയുന്നതിനും അതേപോലെ തന്നെ ജാതീയപരമായിട്ടുള്ള ആ റൈവല്ലറി, അതായത് ജാതീയപരമായ വൈരുദ്ധ്യങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമായി. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗ്രാമങ്ങൾ ഒരു യൂണിഫൈഡ് ആയിരുന്നെങ്കിൽ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ വിള്ളലുകൾ വരാനുള്ള കാരണം എന്തായിരുന്നു? എക്കണോമിക് ചേഞ്ചാണ്, സാമ്പത്തികപരമായ മാറ്റമാണ്. അപ്പോൾ എക്കണോമിക് ചേഞ്ച്, റെഡ്യൂസ്ഡ് വില്ലേജ് യൂണിറ്റി, ആ ഗ്രാമത്തിൻ്റെ ഒരുമ കുറയുന്നതിനും അതേപോലെ തന്നെ ജാതീയപരമായ വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാരണമായി. ആൻഡ് ദെൻ സ്റ്റഡീസ് ബൈ ബേറ്റെയിൽ and others focused on power and dominance in village. ബേറ്റയിൽ ഉൾപ്പെടെയുള്ള പണ്ഡിതർ ഗ്രാമത്തിലെ അധികാരവും ആധിപത്യവും പഠിച്ചു. ആരൊക്കെയാണ് ഗ്രാമത്തിൻ്റെ ആധിപത്യത്തെക്കുറിച്ചും ഡോമിനൻസിനെ കുറിച്ചും പവറിനെ കുറിച്ചും പഠിച്ചത്? ബേറ്റയിൽ പോലെയുള്ള പണ്ഡിതന്മാര് ഫോക്കസ് ചെയ്തത് എന്താണ്? പവർ ആൻഡ് ഡോമിനൻസ് ഇൻ വില്ലേജ്, ശക്തിയും ആധിപത്യവും, ഗ്രാമസമൂഹങ്ങളിലെ പവറും ഡോമിനൻസിനെയും ഫോക്കസ് ചെയ്യാൻ ആര് പഠിച്ചു? ബേറ്റയിൽ പഠിച്ചു. അപ്പോൾ ബേറ്റയിൽ പോലെയുള്ള സോഷ്യോളജിസ്റ്റുകൾ എന്തിനെയാണ് ഫോക്കസ് ചെയ്തത്? പവർ ആൻഡ് ഡോമിനൻസ്. അതേപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് ആണ് Mandelbaum said a village is not isolated but a fundamental social unit. മാൻഡൽബാമിൻ്റെ അഭിപ്രായത്തിൽ ഗ്രാമം ഒരിക്കലും നോട്ട് ഐസോലേറ്റഡ്. എന്താ ഐസോലേറ്റഡ് എന്ന് പറഞ്ഞാൽ? ഒറ്റപ്പെട്ട് നിൽക്കുക അല്ലേ? ഒരിക്കലും ഗ്രാമം എന്ത് ചെയ്യപ്പെടില്ല, ഐസോലേറ്റഡ് അല്ല. ബട്ട് എ ഫണ്ടമെന്റൽ സോഷ്യൽ യൂണിറ്റ്, അതായത് ഗ്രാമം ഒരിക്കലും ഒരൊറ്റപ്പെട്ട അവസ്ഥ ഉണ്ടാവില്ല. ഗ്രാമസമൂഹങ്ങൾ എപ്പോഴും എങ്ങനെയാണെന്നാ പറയുന്നത്? ഒരു ഫണ്ടമെന്റൽ സോഷ്യൽ യൂണിറ്റ് ആണ്. അതായത് ഒരു ഗ്രാമസമൂഹങ്ങൾ എപ്പോഴും ആധികാരികമായ ഒരു സാമൂഹിക യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരിക്കലും ഗ്രാമസമൂഹങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഒറ്റപ്പെട്ടതല്ല. അതൊരു അടിസ്ഥാന സാമൂഹിക ഘടകമാണ്. അതാണ് ഫണ്ടമെന്റൽ സോഷ്യൽ യൂണിറ്റ് ആണ് എന്ന് പറയുന്നത്. അത് ആരാ പറയുന്നത്? മണ്ടൽബാം. ഓരോരുത്തർ പറയുന്നത് കേട്ടോ ഇവിടെ ടീച്ചർ ഇങ്ങനെ വരച്ചിട്ടിട്ടുള്ളത്. അടുത്തത് ലൂയിസ് ഡുമോണ്ട് described the village as a political society and symbol of traditional Indian economy and polity. ലൂയിസ് ഡുമോണ്ട് ഗ്രാമത്തെ രാഷ്ട്രീയ സമൂഹമായും ഇന്ത്യൻ പാരമ്പര്യ സമ്പദ് വ്യവസ്ഥയുടെ പ്രതീകമായുമാണ് കണ്ടത്. ലൂയിസ് ഡുമോണ്ട് described the village as a political society and symbol of traditional Indian economy and polity. ലൂയിസ് ഡുമോണ്ട് ഗ്രാമീണ സമൂഹത്തെ ഒരു രാഷ്ട്രീയ സമൂഹമായും അതേപോലെ തന്നെ ഒരു പാരമ്പര്യ സമ്പദ് വ്യവസ്ഥയുടെ പ്രതീകമായിട്ടൊക്കെയാണ് കണ്ടത്. ട്രഡീഷണൽ ഇന്ത്യൻ എക്കോണമി ഒക്കെ ആയിട്ടാണ് ലൂയിസ് ഡുമോണ്ട് ഇന്ത്യൻ ഗ്രാമങ്ങളെ കണ്ടത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് കാൾഡ് ഇന്ത്യൻ വില്ലേജ് ലിറ്റിൽ റിപ്പബ്ലിക്. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ഗ്രാമങ്ങളെ ലിറ്റിൽ റിപ്പബ്ലിക്, ചെറിയ റിപ്പബ്ലിക്കുകൾ എന്നാണ് വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് കാൾഡ് ഇന്ത്യൻ വില്ലേജ് ലിറ്റിൽ റിപ്പബ്ലിക്. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ഗ്രാമീണ സമൂഹങ്ങളെ ലിറ്റിൽ റിപ്പബ്ലിക് എന്നാണ് പരാമർശിച്ചത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, village were seen as self-sufficient and stable, unaffected by political change. ഗ്രാമസമൂഹങ്ങൾ സ്വയം പര്യാപ്തവും സ്ഥിരതയുള്ളതുമാണെന്നാണ് വ്യക്തമാക്കുന്നത്. അതായത് രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ കാരണം വില്ലേജ് വേർ സീൻ ആസ് സെൽഫ് സഫിഷ്യന്റ്, സ്വയം പര്യാപ്തവും സ്റ്റേബിളും അതേപോലെ തന്നെ അൺഅഫക്റ്റഡ് ബൈ പൊളിറ്റിക്കൽ ചേഞ്ചസ്. അപ്പോൾ അതായത് രാഷ്ട്രീയപരമായ മാറ്റത്തിൻ്റെ ഭാഗമല്ലാതെ തന്നെ ഗ്രാമങ്ങൾ എങ്ങനെയായിരുന്നു?
സെൽഫ് സഫിഷ്യൻറ്റും സ്റ്റേബിളുമായിരുന്നു. ഒരു രാഷ്ട്രീയപരമായ മാറ്റത്തിന്റെ ഭാഗമല്ലാതെ തന്നെ ഗ്രാമസമൂഹം എപ്പോഴും സ്വയം പര്യാപ്തം, അവരവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവരവർ തന്നെ ഉൽപ്പാദിപ്പിക്കുക. പച്ചക്കറികളായാലും മറ്റു വസ്തുക്കളായാലും സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ സെൽഫ് സഫിഷ്യൻറ്റുമാണ് സ്റ്റേബിളുമാണ് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ കുട്ടികളെ, ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. അപ്പം നമ്മളുടെ എന്തനോഗ്രാഫിക് സ്റ്റഡിയിൽ വെസ്റ്റേൺ കൺട്രികളിൽ നിന്നുള്ള ആളുകൾ എന്തനോഗ്രാഫിക് സ്റ്റഡി നടത്തിയപ്പോൾ 6 കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്തത്. അതിൽ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമതായി പഠിക്കേണ്ടത് കാസ്റ്റിനെ കുറിച്ചാണ്. കാസ്റ്റും അതേപോലെ ട്രൈബും റിലീജിയനും ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻ, ഈ 4 പോയിന്റും കൂടിയാണ് നമുക്കിനി ഡിസ്കഷൻ നടത്താനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിനി കാസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിൻ്റെ മുന്നൊക്കെ. പല ബുക്കുകളിലും നിങ്ങളുടെ സോഷ്യോളജി റിലേറ്റഡ് ആയിട്ടുള്ള പല ബുക്കിലും കാസ്റ്റിനെ കുറിച്ച് വളരെയധികം പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും നമുക്ക് കാസ്റ്റ് ജാതി വ്യവസ്ഥയിൽ, ഇന്ത്യൻ ജാതി വ്യവസ്ഥയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്ന് നമുക്ക് ഇനി ഡിസ്കഷൻ നടത്താം കേട്ടോ. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ എന്തനോഗ്രാഫിക് ഇമേജ് ഓഫ് ഇന്ത്യയിൽ നമ്മൾ 2 പോയിന്റ്സ് ഡിസ്കഷൻ നടത്തി. ഇനി 3rd പോയിന്റ്സ് ആണ് സി, കാസ്റ്റ് ആണ് ഇനി നമ്മൾക്ക് ഡിസ്കഷൻ നടത്താനുള്ളത്. ജാതി വ്യവസ്ഥയെക്കുറിച്ചും ആ ജാതി വ്യവസ്ഥയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത്. അപ്പോൾ നോക്കൂ, നമ്മളുടെ ഇന്ത്യൻ എന്തനോഗ്രാഫിക് ഇമേജിൽ പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കാസ്റ്റിൽ എന്തൊക്കെയാണ് നോക്കൂ. ഇന്ത്യൻ സൊസൈറ്റി കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ സോഷ്യൽ സിസ്റ്റം ലൈക്ക് ഫാമിലി, അതേപോലെ തന്നെ ജാതി ആൻഡ് വില്ലേജ്. ഇന്ത്യൻ സമൂഹം ഒരു വ്യത്യസ്ത സാമൂഹിക വ്യവസ്ഥയാണ് നിലകൊള്ളുന്നത്. ഇന്ത്യൻ സൊസൈറ്റി കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ സോഷ്യൽ സിസ്റ്റം, ഒരു വ്യത്യസ്ത ജാതി സമ്പ്രദായമാണ് ഇന്ത്യൻ സമൂഹം ഫോളോ ചെയ്യുന്നത്. അതിൽ എന്തൊക്കെ വരാം, ഫാമിലി വരാം, ജാതി ആൻഡ് വില്ലേജ്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, കാസ്റ്റ് അഥവാ കാസ്റ്റ് ഓർ ജാതി ഈസ് കൺസിഡേർഡ് ദ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ സോഷ്യൽ സ്ട്രക്ചർ. ഇന്ത്യൻ സോഷ്യൽ സ്ട്രക്ചർ, ഇന്ത്യൻ സാമൂഹിക ഘടനയുടെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ നട്ടല്ലേ. ഇന്ത്യൻ സോഷ്യൽ സ്ട്രക്ചറിന്റെ ബാക്ക് ബോൺ ആയിട്ടാണ് എന്തിനെ പരിഗണിക്കുന്നത്, കാസ്റ്റ് ഓർ ജാതി. കാസ്റ്റ് ഓർ ജാതി ഈസ് കൺസിഡേർഡ് ദ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ സോഷ്യൽ സ്ട്രക്ചർ. ഇന്ത്യൻ സാമൂഹിക ഘടനയുടെ നട്ടല്ലായിട്ട്, ബാക്ക് ബോൺ ആയിട്ടാണ് ജാതിയെ പരിഗണിക്കുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, കാസ്റ്റ് റാങ്കിങ് റെപ്രസെന്റ് എക്സ്ട്രീം സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് പെർസീവ് ഇൻഈക്വാലിറ്റി. എന്താണ് പറയുന്നത് നോക്കൂ. അതായത് കാസ്റ്റ് റാങ്കിങ് റെപ്രസെന്റ് എക്സ്ട്രീം സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് പെർവസീവ്, PERVASIVE, പെർവസീവ് ഇൻഈക്വാലിറ്റി. അതായത് ഇവിടെ കാസ്റ്റ് റാങ്കിങ്, അതായത് ജാതി വിഭജനം എന്ന് പറയുന്നത് ഏത് രീതിയിലാണ്, കാസ്റ്റ് റാങ്കിങ് റെപ്രസെന്റ് എക്സ്ട്രീം സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് പെർവസീവ് ഇൻഈക്വാലിറ്റി. ജാതി വിഭജനം അതികഠിനമായ സാമൂഹിക ശ്രേണീകരണത്തിൻ്റെയും അതേപോലെ തന്നെ വ്യാപകമായ അസമത്വത്തിൻ്റെയും രൂപമാണ്. അപ്പോൾ കാസ്റ്റ് റാങ്കിങ് എന്ന് പറയുന്നത് സാമൂഹിക സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെയും അതേപോലെ തന്നെ ഇൻഈക്വാലിറ്റി അസമത്വത്തിൻ്റെയും രൂപമായിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്, കാസ്റ്റ് റാങ്കിങ്ങിനെ പരിഗണിക്കുന്നത്. ദ കാസ്റ്റ് റാങ്കിങ് റെപ്രസെന്റ് എക്സ്ട്രീം സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് പെർവസീവ് ഇൻഈക്വാലിറ്റി. അതായത് ജാതി വിഭജനം എന്ന് പറയുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെയും സാമൂഹിക തരംതിരിവ് അല്ലെങ്കിൽ പാളീകരണത്തിൻ്റെയും വ്യാപകമായ പെർസീവ് ആയിട്ടുള്ള അസമത്വത്തിൻ്റെയും രൂപമാണ്. അപ്പോൾ കാസ്റ്റ് റാങ്കിങ് എന്തിൻ്റെയൊക്കെ രൂപമാണ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെയും വ്യാപകമായിട്ടുള്ള ഇൻഈക്വാലിറ്റിയുടെയും രൂപമാണ്.
And then next point, Louis Dumont viewed craft as a state of mind based on ideas and values rather than just social structure. ലൂയി ഡൂമോണ്ട് ജാതിയെ ഒരു സാമൂഹിക ഘടനയായി അല്ല, മറിച്ച് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആയിട്ടാണ് പരിഗണിച്ചത്. ലൂയിസ് ഡൂമോണ്ട് വ്യൂവ്ഡ് കാസ്റ്റ് ആസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ലൂയിസ് ഡൂമോണ്ട് ജാതിയെ ഏത് രീതിയിലാണ് കണ്ടത്? സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് പറഞ്ഞാൽ എന്തൊരു മനോഭാവമായിട്ട്, ബേസ്ഡ് ഓൺ ഐഡിയാസ് ആൻഡ് വാല്യൂസ് റാദർ ദാൻ ജസ്റ്റ് സോഷ്യൽ സ്ട്രക്ചർ. അതായത് ലൂയിസ് ഡൂമോണ്ട് ജാതിയെ ഒരു സാമൂഹിക ഘടനയായി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആയിട്ടാണ് പരിഗണിച്ചത്. സാമൂഹിക ഘടനയെ പരിഗണിച്ചത് ലൂയിസ് ഡൂമോണ്ട് ജാതിയെ ഒരു സാമൂഹിക ഘടനയായി അല്ല, മറിച്ച് എങ്ങനെയാണ് പരിഗണിച്ചത്? സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആയിട്ടാണ് പരിഗണിച്ചത്. ലൂയിസ് ഡൂമോണ്ട് വ്യൂവ്ഡ് കാസ്റ്റ് ആസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ബേസ്ഡ് ഓൺ ഐഡിയാസ് വാല്യൂസ് റാദർ ദാൻ ജസ്റ്റ് സോഷ്യൽ സ്ട്രക്ചർ. ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആയിട്ടാണ് ലൂയിസ് ഡൂമോണ്ട് കാസ്റ്റിനെ പരിഗണിച്ചത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് thousands of jadis which with its own custom and rules. ഇന്ത്യയിൽ ആയിരക്കണക്കിന് ജാതികളുണ്ട്. മാത്രമല്ല ഓരോ ജാതിക്കും സ്വന്തമായിട്ടുള്ള കസ്റ്റംസ്, ആചാരങ്ങളും അതേപോലെ റൂൾസ്, നിയമങ്ങളും ഉണ്ട്. അപ്പൊ ഇന്ത്യൻ സൊസൈറ്റി ഹാസ് തൗസൻഡ് ഓഫ് ജാതി. ഇന്ത്യൻ സമൂഹത്തിൽ ആയിരക്കണക്കിന് ജാതികളുമുണ്ട്. അതേപോലെ തന്നെ ഈച്ച് വിത്ത് ഈസ് ഓവൺ കസ്റ്റംസ്, ഒരുപാട് ആചാരങ്ങളും അതേപോലെ തന്നെ റൂൾസ്, നിയമങ്ങളുമുണ്ട്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, വർണ്ണ സിസ്റ്റം ഡിവൈഡ് സൊസൈറ്റി ഇൻടു 4 ഗ്രൂപ്പ്. ജാതി വ്യവസ്ഥയെ പ്രധാനമായും 4 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. വർണ്ണ സിസ്റ്റത്തെ 4 വിഭാഗങ്ങളായി തരംതിരിച്ചു. ബ്രാഹ്മിൺസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്. ബ്രാഹ്മിൻസ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരിക? പ്രീസ്റ്റ് ആൻഡ് സ്കോളേഴ്സ്. പുരോഹിതന്മാരും പണ്ഡിതരും വരുന്നതാണ് ബ്രാഹ്മിൻസ്. ക്ഷത്രിയാസ് എന്ന് പറഞ്ഞാൽ വാരിയേഴ്സ്, റൂളേഴ്സ്, യോദ്ധാക്കളും ഭരണാധികാരികളുമാണ് ഇതിൽ വരുന്നത് ക്ഷത്രിയാസ്. വൈശ്യാസ് എന്ന് പറഞ്ഞാൽ ഫാമേഴ്സും ട്രേഡേഴ്സും, കർഷകരും വ്യാപാരികളുമാണ് വൈശ്യാസ്. ആൻഡ് ശൂദ്രാസ് എന്ന് പറഞ്ഞാല് ദാസ എന്ന് പറയും. അതായത് ദാസ അഥവാ ലേബേഴ്സ്, മറ്റ് തൊഴിലുകൾ, ഏറ്റവും അടിത്തട്ടിലുള്ള മറ്റു തൊഴിലുകൾ ചെയ്യുന്നവർ. ഇതാണ് വർണ്ണ സിസ്റ്റം. ജാതി വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാറ്റഗറിയാണ് ഏത്? വർണ്ണ സിസ്റ്റം. വർണ്ണ സിസ്റ്റത്തിൽ 4 രീതികളാണുള്ളത്. ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ബ്രാഹ്മൺ ആയിരിക്കുമ്പോൾ എന്തായിരിക്കും? പ്രീസ്റ്റ്, സ്കോളേഴ്സ്. ക്ഷത്രിയരായിരിക്കുമ്പോൾ വാരിയേഴ്സ്, റൂളേഴ്സ്, യോദ്ധാക്കളും ഭരണാധികാരികളും. വൈശ്യാസ് ആയിരിക്കുമ്പോൾ ഫാമേഴ്സ്, ട്രേഡേഴ്സ്. ശൂദ്രാസ് ആയിരിക്കുമ്പോൾ ദാസ ഓർ ലേബേഴ്സ്, ദാസന്മാരും അതായത് ക്ലീനിങ് പ്രവർത്തികളൊക്കെ ചെയ്യുന്നവരെയാണ് ദാസ എന്ന് പറയുക, അല്ലെങ്കിൽ ലേബേഴ്സ്, അതാണ് ശൂദ്ര. അതേപോലെ തന്നെ ഈ ജാതി വ്യവസ്ഥയെ കുറിച്ച്, കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ച് മാരിയറ്റിന്റെ ഒപ്പീനിയൻ എന്തായാലും നമുക്ക് നോക്കാം. ഒരു 3-4 ആളുകളുടെ ഒപ്പീനിയൻ ടീച്ചറോട് എഴുതിയിട്ടിട്ടുണ്ട്. കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ച് പ്രധാനപ്പെട്ട കുറച്ച് സോഷ്യോളജിസ്റ്റുകളുടെ ഒപ്പീനിയൻ ആണ് ഇനി പറയുന്നത്. മാരിയറ്റ് 1955 മാരിയറ്റ് എന്താണ് കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ച് അനലൈസ് ചെയ്തത് നോക്കൂ. മാരിയറ്റ് 1955 described caste relation as a competitive system for dominance through exchange of food and services. അതായത് എന്താ പറയുന്നത്? മാരിയറ്റ് 1955 ജാതികൾ തമ്മിലുള്ള ബന്ധങ്ങളെ ആധിപത്യം നേടുന്നതിനുള്ള ഒരു മത്സരമായി വിശദീകരിച്ചു. ഒരു ഡോമിനൻസ് നേടുന്നതിനുള്ള മത്സരമായിട്ടാണ് മാരിയറ്റ് എന്തിനെ വിശദീകരിച്ചത്? ഈ ജാതിയുമായുള്ള ബന്ധത്തെ. മാരിയറ്റ് ഡിസ്ക്രൈബ്ഡ് കാസ്റ്റ് റിലേഷൻ ആസ് എ കോമ്പറ്റേറ്റീവ് സിസ്റ്റം ഫോർ ഡോമിനൻസ് ത്രൂ എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ആൻഡ് സർവീസസ്. അതായത് ജാതികൾ തമ്മിലുള്ള ആധിപത്യത്തെ സാധനങ്ങൾ, ഫുഡും സർവീസസിന്മേലൊക്കെ ഉള്ള കൈമാറ്റം ചെയ്യുന്നതിനുള്ള ആധിപത്യമായിട്ടാണ് മാരിയറ്റ് ഏതിനെ വിശദീകരിച്ചത്? കാസ്റ്റിനെ വിശദീകരിച്ചത്.
അപ്പോൾ കാസ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ആധിപത്യമാണ് കാസ്റ്റ് സിസ്റ്റം എന്നാണ് മാരിയറ്റ് ഡിഫൈൻ ചെയ്തത്. ഇനി എം.എൻ. ശ്രീനിവാസ് എന്താ കാസ്റ്റിനെ ഡിഫൈൻ ചെയ്തത്? എം.എൻ. ശ്രീനിവാസ് ആർഗ്യൂഡ് കാസ്റ്റ് ഈസ് നോട്ട് റിജിഡ് ആൻഡ് allow mobility especially through sangratization. എം.എൻ. ശ്രീനിവാസ് ജാതി വ്യവസ്ഥ എന്തല്ല എന്നാ പറയുന്നത്? നോട്ട് റിജിഡ്. അതൊരു റിജിഡ് ഒന്നും അല്ല, കർക്കശമല്ല. മാത്രല്ല അതെന്താണ്? ആൻഡ് allow mobility, അത് ചലനാത്മകമാണ്. എക്സ്പെഷ്യലി ത്രൂ സാൻഗ്രൈറ്റൈസേഷൻ, അതെന്താണ്? സംസ്കൃതവൽക്കരണമാണ്. അതുകൊണ്ട് തന്നെ അത് ചലനാത്മകവുമാണ്. സാൻഗ്രൈറ്റൈസേഷൻ. വാട്ട് ഈസ് മീൻ ബൈ സാൻഗ്രൈറ്റൈസേഷൻ? എന്താണ് സംസ്കൃതവൽക്കരണം? അതായത് അപ്പർ കാസ്റ്റിനെ പോലെ ലോവർ കാസ്റ്റ്, ഉയർന്ന ജാതിക്കാരെ പോലെ താഴ്ന്ന ജാതിക്കാര് അപ്പർ കാസ്റ്റിനെ എന്ത് ചെയ്യുക? കമ്പാരിസൺ ചെയ്യുക, അവരെ പോലെ താരതമ്യം ചെയ്ത് സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് എന്ത് പറയുക? സാൻഗ്രൈറ്റൈസേഷൻ എന്ന് പറയുക. അതുകൊണ്ട് തന്നെ സാൻഗ്രൈറ്റൈസേഷൻ എന്ന ആ പ്രധാന തിയറി ഡെവലപ്പ് ചെയ്തത് ആരാണ്? എം.എൻ. ശ്രീനിവാസാണ്. അദ്ദേഹം പറയുകയാണ് കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു റിജിഡൊന്നും അല്ല, അത് അത്ര കർക്കശമല്ല, അത് പിന്നെന്താണ്? ആൻഡ് allow mobility, അത് ചലനാത്മകമാണ്. എക്സ്പെഷ്യലി ത്രൂ സാൻഗ്രൈറ്റൈസേഷൻ, ഏതിലൂടെയാണ് അത് ചലനാത്മകമാകുന്നത്? സാൻഗ്രൈറ്റൈസേഷൻ, സംസ്കൃതവൽക്കരണത്തിലൂടെ. ഇപ്പൊ എന്താണ് സംസ്കൃതവൽക്കരണം? അതായത് അപ്പർ കാസ്റ്റിനെ പോലെ ലോവർ കാസ്റ്റ് എന്ത് ചെയ്യുക? സ്വന്തം ലൈഫ് കമ്പയർ ചെയ്തിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് എന്ത് പറയുക? സംസ്കൃതവൽക്കരണം. ഉയർന്ന ജാതിക്കാരെ പോലെ തന്നെ താഴ്ന്ന ജാതിക്കാരും ജീവിക്കാൻ തുടങ്ങി. ഉയർന്ന ജാതിക്കാരുടെ വേഷവിധാനങ്ങൾ, വസ്ത്രത, അതേപോലെ ഭക്ഷണ രീതികളെ, അതേപോലെ തന്നെ ആചാരങ്ങളെ, സംസ്കാരങ്ങളെ, അങ്ങനെ ഉയർന്ന ജാതിക്കാരൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ജീവിതത്തിൽ കൊണ്ടുപോകുന്നത് വെച്ചാൽ അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാരും അത് ഫോളോ ചെയ്യാൻ തുടങ്ങി. അതാണ് എന്ത്? സാൻഗ്രൈറ്റൈസേഷൻ. അപ്പൊ ഈ സാൻഗ്രൈറ്റൈസേഷൻ എന്ന ഈ ഇമ്പോർട്ടന്റ് തിയറി ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എം.എൻ. ശ്രീനിവാസ്. അതുകൊണ്ടാണ് പറയുന്നത് കാസ്റ്റ് എന്ന് പറയുന്നത് നോട്ട് റിജിഡ്, അതൊരിക്കലും ഒരു കർക്കശമല്ല. ആൻഡ് allow mobility, അത് ചലനാത്മകമാണ് എന്ന് പറയാനുള്ള കാരണം. സാൻഗ്രൈറ്റൈസേഷൻ ഇൻവോൾവ് ലോവർ കാസ്റ്റ് അഡോപ്റ്റിംഗ് അപ്പർ കാസ്റ്റ് കസ്റ്റം ടു ഇംപ്രൂവ് സ്റ്റാറ്റസ്. അതായത് സംസ്കൃതവൽക്കരണം വഴി താഴ്ന്ന ജാതികൾ ഉയർന്ന സാമൂഹിക പദവി നേടാൻ സാധിക്കും. ഇപ്പൊ സംസ്കൃതവൽക്കരണത്തിലൂടെയാണ് ലോവർ കാസ്റ്റിന് അപ്പർ കാസ്റ്റിനെ പോലെ അവരുടെ പദവി ഉയർത്താൻ സാധിച്ചത്. അപ്പൊ ഈ സംസ്കൃതവൽക്കരണം എന്ന ആശയം എം.എൻ. ശ്രീനിവാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് ലോവർ കാസ്റ്റ് അവരുടെ സ്റ്റാറ്റസ് ആരുടെ പോലെ ഉയർത്താൻ ശ്രമിച്ചത്? അപ്പർ കാസ്റ്റിന്റെ പോലെ തന്നെ അവരുടെ പദവി ഉയർത്താൻ ശ്രമിച്ചത്. അപ്പൊ ഈ ഒരു ആശയമാണ് ലോവർ കാസ്റ്റിനെ ആരെ പോലെ ജീവിക്കാൻ സാധിച്ചത്? ഉയർന്ന ജാതിക്കാരെ പോലെ തന്നെ താഴ്ന്ന ജാതിക്കാരനും ജീവിക്കാം എന്ന ആ ബോധം. എല്ലാവരും ഈക്വലാണ്, ഓൾ മെൻ ആർ ഈക്വൽ, എല്ലാ മനുഷ്യരും തുല്യരാണ്. അതുകൊണ്ട് ഉയർന്ന ജാതിക്കാരൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ താഴ്ന്ന ജാതിക്കാരനും ചെയ്യാമെന്ന ആ ബോധം, ആ അവയർനെസ് ഉണ്ടാക്കിയത് ഏതിലൂടെയാണ്? സംസ്കൃതവൽക്കരണത്തിലൂടെയാണ്. ഈ സംസ്കൃതവൽക്കരണം ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എം.എൻ. ശ്രീനിവാസ്. ആൻഡ് ദെൻ നെക്സ്റ്റ് തിയറിയാണ് മാക്സ് മുള്ളർ. എന്താ മുള്ളർ അഭിപ്രായപ്പെടുന്നത്? According to Max Muller, believed caste had strong Brahmanical origin. മാക്സ് മുള്ളറിന്റെ അഭിപ്രായത്തിൽ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ബ്രാഹ്മണിക്കൽ ഒറിജിൻ. ഒരു ബ്രാഹ്മണ ആധിപത്യമാണ്, ഒരു ബ്രാഹ്മണ ആധിപത്യ ഉത്ഭവമാണ് കാസ്റ്റ് സിസ്റ്റം എന്നാണ് ആര് പ്രസ്താവിച്ചത്? മാക്സ് മുള്ളർ പ്രസ്താവിച്ചത്. മാക്സ് മുള്ളർ ബിലീവ്ഡ് കാസ്റ്റ് ഹാഡ് സ്ട്രോങ് ബ്രാഹ്മണിക്കൽ ഒറിജിൻ. അതായത് മാക്സ് മുള്ളറിന്റെ അഭിപ്രായത്തിൽ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു ശക്തമായ ബ്രാഹ്മണ ആധിപത്യമാണ്. ദെൻ നെക്സ്റ്റ് സോഷ്യോളജിസ്റ്റ് ആണ് എഫ് ബി കേറ്റ്കർ. KETKAR എന്നാട്ടോ, KETKAR. FB Ketkar. FB Ketkar described caste as segregated group with ritually graded relation
ജാതിയെ ഒരു പാരമ്പര്യ ബന്ധത്തിലുള്ള ഒരു ഓർഗാനിക് ഘടനയായിട്ടാണ് ആര് കണ്ടത്? എഫ്.ബി. കേഡ്കർ പരിഗണിച്ചത്. Described caste as segregated group with richly graded relation. ഒരു പാരമ്പര്യ ബന്ധങ്ങളിലുള്ള ഒരു ഓർഗാനിക് ഘടനയായിട്ടാണ് എഫ്.ബി. കേഡ്കർ ഏതിനെ ഡിഫൈൻ ചെയ്തത്? കാസ്റ്റിനെ. ഇനി KL ശർമ്മ. ശർമ്മയുടെ ഒപ്പീനിയനിൽ കാസ്റ്റ് എന്താണ്? അക്കോർഡിംഗ് ടു ശർമ്മ, stated caste has always been dynamic and changing, not static. KL ശർമ്മയുടെ അഭിപ്രായത്തിൽ ജാതി വ്യവസ്ഥ ഒരിക്കലും സ്ഥിരമല്ല. ജാതി വ്യവസ്ഥ ഒരിക്കലും എന്തല്ല? സ്റ്റാറ്റിക് അല്ല. അത് ഡൈനാമിക് ആണ്, അത് മാറ്റങ്ങൾക്ക് വിധേയമാണ്. അക്കോർഡിംഗ് ടു ശർമ്മ, KL ശർമ്മ പറയാണ് stated caste has always been dynamic and changing, not static. അത് ഒരിക്കലും ഒരു സ്റ്റാറ്റിക് അല്ല, സ്ഥിരമല്ല. അത് എപ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്? ഡൈനാമിക് ആണ്, ചലനാത്മകവും ചേഞ്ചിങ് മാറ്റമുള്ളതുമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ കാസ്റ്റ് എന്ന ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഡിസ്കഷൻ ചെയ്ത് തരാനുണ്ടായത്. നമ്മൾ ടീച്ചർ ഒരു വലിയ എസ്സേ ക്വസ്റ്റ്യൻ ആണ് എടുക്കുന്നത്. അതിലെ യൂണിറ്റിയും ഡൈവേഴ്സിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്തു, വില്ലേജ് ഇന്ത്യ എന്താന്ന് ഡിഫൈൻ ചെയ്തു, കാസ്റ്റ് എന്താണെന്നും ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് ട്രൈബ്സ്, റിലീജിയൻ, ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻ. 3 പോയിന്റും കൂടി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എസ്സേ കംപ്ലീറ്റ് ആവും, അതേപോലെ ഈ ചാപ്റ്ററും കംപ്ലീറ്റ് ആവും. അപ്പോൾ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട എസ്സേ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ഇതന്നെ ഈ പോയിന്റ്സുകൾ മാക്സിമം മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾക്ക് 4ാമത്തെ പോയിന്റ് ആയിട്ടുള്ള ട്രൈബ്, ഗോത്രങ്ങളെ കുറിച്ച് ഡിഫൈൻ ചെയ്യാം. ഗോത്രങ്ങളെ കുറിച്ചൊക്കെ സോഷ്യോളജി ഓഫ് ഇന്ത്യ 1 നമ്മൾ വളരെയധികം ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഗോത്രങ്ങളെ കുറിച്ച് കുറച്ച് ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ.